ഈ മുത്തങ്ങ സമരം ഒരു പോപ്പുലർ കൾച്ചറിലെ പ്രമേയമാവുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ കാരണം ഈ മുത്തങ്ങ സമരം ആരെക്കുറിച്ചാണ്? ആദിവാസികളെ കുറിച്ചാണ്. കേരളത്തിലെ ആദിവാസികൾ കേരളത്തിലെ ജനസംഖ്യയിൽ 1%. 1% എന്ന് പറഞ്ഞാൽ പരമാവധി പോയ ഒരു 3.5 ലക്ഷം മനുഷ്യരുണ്ടാവും കേരളത്തിലെ ആദിവാസികൾ എന്ന് ഡിമാർക്കേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ. ഈ 1% ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ പ്രമേയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും എന്താണ് ഒരു ലാർജർ പബ്ലിക്കിനെ സംബന്ധിച്ച ഒരു വിഷയമേ ആയിരിക്കില്ല. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലല്ല, ലോകത്തെവിടെയായാലും ഈ 1% വരുന്ന ആളുകളുടെ പ്രശ്നം ഏത് ജനാധിപത്യത്തിലും കേൾക്കപ്പെടില്ല. അത് അവരുടെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന പോലെ ആരും കേൾക്കില്ല. അതൊന്നും അവർക്കിങ്ങനെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണമെന്ന് ആരും കേൾക്കില്ല, ആരും അത് മൈൻഡ് ചെയ്യില്ല. കാരണം അവർ വോട്ട് ബാങ്ക് അല്ല. ആ 1% ജനസംഖ്യ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സർക്കാരിൻ്റെയും പോളിസിയെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊതു മനസാക്ഷിയെ തൊട്ടുണർത്താനോ പറ്റുന്ന ശബ്ദമായിരിക്കില്ല അവരുടേത്. അത് കേരളത്തിൻ്റെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ 1% കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ പൗരാണിക കാലം മുതലുള്ള ജാതി വ്യവസ്ഥയിൽ ഇങ്ങനെ തട്ട് തിരിച്ചിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ ചൂഷകനായിരിക്കുക, ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടും. ആദിവാസികളെ സംബന്ധിച്ച് ഇവർ ഈ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ആളുകളായിരുന്നു. അവരാരെയും ചൂഷണം ചെയ്യാൻ പോയിട്ടില്ല, അവരെ ആരും ചൂഷണം ചെയ്യാൻ വന്നിട്ടില്ല. പൗരാണികമായിട്ട് അവരെവിടെയാണ്? അവർ വനത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടേതായ ഓട്ടോണമി ഉണ്ടായിരുന്നു. അവർ ജീവിക്കുന്ന സ്ഥലം അവരുടെ രാജ്യമായിരുന്നു. അവർക്ക് സ്വയംഭരണ സംവിധാനങ്ങളും അതിനുള്ള അവകാശവും ഉണ്ടായിരുന്നു. അവർക്കൊരു മൂപ്പനുണ്ടാവും, അവരായിരിക്കും അവരുടെ ട്രൈബലായിട്ടുള്ള രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ നടന്നു വന്നത്. അതുകൊണ്ട് ഈ പുറം ലോകത്തുള്ള ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന ആ പ്രശ്നത്തെ അവരങ്ങനെ എന്താണ് തൊട്ടിട്ടില്ല. അവർക്ക് പ്രശ്നം വരുന്നപ്പോഴാണ്, അവർക്ക് പ്രശ്നം വരുന്നത് ബ്രിട്ടീഷുകാർ വരുമ്പോഴാണ്. ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവർ നാട് മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്തു. പിന്നെ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ കാട്ടിലേക്കാണ്. കാട്ടിൽ അവർക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കണം, തേയില നടണം, റബ്ബർ നടണം. അപ്പോൾ അവിടെ എന്താണ് അവിടെയുള്ളത്? ആകെ തടസ്സം കുറേ കാട്ടുമൃഗങ്ങളും ഈ മരങ്ങളും പിന്നെ കുറേ മനുഷ്യന്മാരും ആണ്. ഇപ്പോൾ വാർഡ് ആൻഡ് കോർണർ എന്ന് പറയുന്ന 2 ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ മൂന്നാറിൽ തേയില പ്ലാന്റേഷൻ ഉണ്ടാക്കിയതിനെ പറ്റി ഒരു മെമ്മേഴ്സ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന പോലെ അവിടെയുള്ള മുതുവാൻ ട്രൈബിനെ വേട്ടയാടിയെന്ന് എഴുതിക്കാണ്. അതായത് കാട്ടുപോത്തിനെയും മാനിനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന പോലെ അവിടെ കാണുന്ന മനുഷ്യന്മാരും വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇവരുടെ ഭൂമി ആദ്യം തൊട്ട് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. അവർ പിന്നെ വീണ്ടും അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടു. ഈ മൂന്നാറിൽ തേയിലത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ മൂന്നാറിൽ ഇടുക്കി ഡാം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട ആളുകളാണ് പിന്നെ എറണാകുളം ഇടുക്കി ജില്ലയുടെ അതിർത്തിയിലുള്ള പൂയംകുട്ടി ഭാഗത്തു നിന്ന് താമസിച്ചതെന്നാണ് പറയുക. അവിടെ ഇപ്പോഴും കറണ്ട് കിട്ടിയിട്ടില്ല. ഇടുക്കി ഡാം പണിത് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കുടിയിറക്കപ്പെട്ട, ആട്ടി ഒടിക്കപ്പെട്ട, വേട്ടയാടപ്പെട്ട മനുഷ്യരാണ് കേരളത്തിലെ ആദിവാസികൾ. അത് കഴിഞ്ഞ് അവർ വീണ്ടും വേട്ടയാടപ്പെടുന്നത് ഒരു 60-കളിലും 70-കളിലാണ്. കേരളം രൂപം കൊണ്ടതിന് ശേഷം ഈ പറയുന്ന മലയോര മേഖലകളിൽ ഈ കുടിയേറ്റം വന്നു. കുടിയേറ്റക്കാർ എങ്ങനെയാണ് ഇവരുടെ ഭൂമി തട്ടിയെടുത്തതെന്നുള്ളത് ഈ ഷിബു ബേബി ജോണിൻ്റെ അച്ഛൻ ബേബി ജോൺ നിയമസഭയിൽ നടത്തുന്നൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പട്ടച്ചാരായവും പുകയിലയും കൊടുത്ത് അവരെ മയക്കി അവരുടെ ഭൂമി തട്ടിയെടുക്കുക എന്നതാണ്. കാരണം ഇവർക്ക് ആധാരമൊന്നുമില്ല, ഇവരുടെ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, ഇവരുടെ ഇത് അതിർത്തി അളന്ന് തിരിച്ചിട്ടില്ല, സർവേ ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കും അങ്ങനെ അവരെ ചൂഷണം ചെയ്യാവുന്ന അവസ്ഥ വന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു ആദിവാസി ഭൂനിയമം വന്നു. ആദിവാസി ഭൂനിയമം വന്നപ്പോൾ അത് കുറേ കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലാൻഡ് ലോസാണ്. ഈ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെയും തട്ടിയെടുത്ത ഭൂമിയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട് നിയമപരമായി. അപ്പോഴാണ് ഇതിലെ പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം മനസ്സിലാക്കുകയും നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഒരു പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു. അതാണ് ആദിവാസി ഭൂമി ഭേദഗതി നിയമമാണ്. ആ നിയമപ്രകാരം ഈ തട്ടിയെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം തട്ടിയെടുത്തവരാണ്, അത് നമ്മൾ നാട്ടുകാരാണ്, നാട്ടിൽ താമസിക്കുന്ന ആളാണ് തട്ടിയെടുത്തത്. കുടിയേറ്റക്കാരെന്ന് നമ്മൾ നല്ല ഭാഷയിൽ പറയും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും? പകരം ഭൂമി കൊടുക്കാം എന്ന വ്യവസ്ഥ വയ്ക്കുന്നു. തട്ടിയെടുത്ത ഭൂമിക്ക് പകരം പകരം ഭൂമി കൊടുക്കാം. എന്നിട്ട് കൊടുത്തില്ല. ഈ നിയമം ഉണ്ടാക്കുന്ന കാലത്തും ഇതിനു മുമ്പ് വേറൊരു സിനിമ ആദിവാസി പ്രശ്നം പ്രമേയമാക്കി ഇറങ്ങിയിട്ടുണ്ട്. മുത്തങ്ങ സംഭവമല്ല, പട എന്ന് പറയുന്ന സിനിമ വന്നിരുന്നു, അയ്യങ്കാളിപ്പടയുടെ. അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഈ കാലഘട്ടം, ഈ നിയമം ഉണ്ടാകുന്ന സമയം, ആ നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഈ ആദിവാസി മരണങ്ങൾ, പട്ടിണി മരണങ്ങൾ തുടർക്കഥയായിരുന്നു. അത് മാധ്യമങ്ങളിൽ കാര്യമായിട്ടുള്ള റിപ്പോർട്ടൊന്നും വരില്ല. ചില മാധ്യമപ്രവർത്തകർ ഇതിനോട് താല്പര്യമുള്ളവർ അത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ അത് പുറം ലോകത്തെത്തിയതാണ്. ഈ മുത്തങ്ങ സമരം ആരംഭിക്കുന്നത് 2003 വെടിവെപ്പ് ഉണ്ടായെങ്കിൽ 2001 തുടങ്ങുന്നത്. 2001 ഈ നയനാർ സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലം, പിന്നീട് ഏകാന്യ സർക്കാർ വരുന്ന സമയത്ത് തന്നെ 10-20 പേര് പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദിവാസികൾ. ഈ പട്ടിണി എന്ന് നമ്മളിപ്പോൾ പറയും, നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റല്ല, ഭക്ഷണം കഴിക്കാനില്ലാതെ മരിച്ചു എന്നാണ് അർത്ഥം.
അയ്യങ്കാളിപ്പാറയുടെ സമരം തുടങ്ങുന്നത് തന്നെ സിവിൽ സപ്ലൈസിൻ്റെ ഒരു വണ്ടി തട്ടിയെടുത്ത് കൊള്ളയടിച്ചായിരുന്ന ഭക്ഷണ സാധനങ്ങൾ ആദിവാസികൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു രൂക്ഷത ആലോചിച്ച് നോക്കുക. ഈ പട്ടിണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമിയില്ല, അവർക്കൊന്നും കിട്ടാനില്ല. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ മുത്തങ്ങ സമരം തന്നെ അതിൻ്റെ പശ്ചാത്തലം, ഈ മുത്തങ്ങ ആ സമര ഭൂമിയുണ്ടല്ലോ, അവർ കുടിൽ കെട്ടിയ ഭൂമി അവരെ പണ്ട് അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടതാണ്. യൂക്കാലി പ്ലാന്റേഷൻ ആക്കാൻ വേണ്ടി ആട്ടി ഇറക്കി വിട്ട ആദിവാസികളാണ് വീണ്ടും അത് വന്ന് കൈയേറുന്നത്. അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് വേണ്ടി 2 ഘട്ടങ്ങളായിട്ട് അവർ ആട്ടി ഇറക്കി വിട്ട സ്ഥലമാണ്. അപ്പോൾ ഈ സമരം തുടങ്ങി. ആ സമരത്തോട് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം, അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് UDF ആണ്. AK ആൻ്റണി മുഖ്യമന്ത്രി, K സുധാകരൻ വനം മന്ത്രി, പഴയ KPC പ്രസിഡന്റ്, K മുരളീധരൻ KPC പ്രസിഡന്റ്, ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രസംഗങ്ങളും ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും അന്നത്തെ ഇവരുടെ പ്രസംഗങ്ങളൊന്നും താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായി വളർച്ച ഉണ്ടായിരുന്നത് മനസ്സിലാവും. അന്ന് K മുരളീധരൻ അന്ന് ഈ അവസാനം ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി കൊടുക്കാം എന്നായിരുന്നു അന്ന് AK ആൻ്റണി ഇവർക്ക് വാഗ്ദാനം ചെയ്തത്. അതിന് മുമ്പ് ഒരു സെക്രട്ടേറിയറ്റ് സമരം നടന്നിരുന്നു. അപ്പോൾ വാഗ്ദാനം ചെയ്തതാണ് 1 ഏക്കർ മുതൽ കുടിലെട്ടി സമരം 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ കൊടുക്കാം. ഇവിടെ 5 ഏക്കറൊന്നും കൊടുക്കാനില്ല എന്നാണ് KPC പ്രസിഡന്റായിരുന്ന അന്നത്തെ K മുരളീധരൻ കോഴിക്കോട് പ്രസംഗിച്ചത്, അല്ല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത്രയൊന്നും ഉണ്ടാവില്ല, സർക്കാർ വെറുതെ പറയുന്നതാണ്, സർക്കാരിൻ്റെ കണക്കൊന്നുമില്ല, 1 ഏക്കറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അതായിരുന്നു നിലപാട്. K സുധാകരൻ എന്ന് പറയുന്ന KPC പ്രസിഡന്റ് നിലപാട് എന്തായിരുന്നു അറിയോ? വനം മന്ത്രി, ഇപ്പോഴത്തെ പഴയ KPC പ്രസിഡന്റ്, അന്നത്തെ വനം മന്ത്രി. അതായത് ഈ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം K സുധാകരൻ്റെ കടുംപിടുത്തമാണ്. അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കണമെന്നുള്ള വനം മന്ത്രിയുടെ കടുംപിടുത്തം കാരണമാണ്. പക്ഷേ അന്ന് ഈ സമരത്തോടും ഈ കോസിനോടും കുറച്ച് അനുഭവം പ്രകടിപ്പിച്ച ഒരാൾ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനൊപ്പം ഈ സമരഭൂമി സന്ദർശിക്കുകയും ഈ വെടിവെപ്പിൽ എത്ര പേരാണ് മരിച്ചത്, ഒരാളുടെ പേരാണ്, ജോഗിയുടെ പേരാണ് പറയുന്നത്. അന്ന് ഗീതാനന്ദനെയും ജാനുവിനെയും പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് ശേഷം ഈ ജയിലിൽ പോയി അദ്ദേഹത്തെ ഗ്രോ വാസു എന്ന് പറയുന്ന അദ്ദേഹം ജയിലിൽ പോയി കണ്ടിട്ട് അന്ന് പുറത്തിറങ്ങി M ഗംഗാധരൻ, A വാസു, അതുപോലെ സിവിക് ചന്ദ്രൻ, ഇവർ 3 പേരും കോഴിക്കോട് ഒരു പത്രസമ്മേളനം നടത്തി. 3 പേർ, ഒരാളൊന്നും അല്ല മരിച്ചത്, കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട്. 5 പേരുണ്ടെന്ന് അവരാരോപിച്ചു. 16 പേര് വരെ ഉണ്ടാകാം എന്നാണ് അന്ന് ജയിലിൽ പോയി കണ്ടപ്പോൾ ഗീതാനന്ദനും ജാനും തന്നോട് പറഞ്ഞതെന്നാണെന്ന് പറഞ്ഞത്. അത് വലിയ വിവാദമായി. ഒരാളല്ല മരിച്ചു, കുറേ പേരൊക്കെ കാട്ടിലേക്ക് ഓടിപ്പോയി, പലരെയും കാണാനില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി. സംസ്ഥാന സർക്കാർ കൊടുത്ത റിപ്പോർട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തള്ളി. ഇങ്ങനെയൊന്നും പോരാ, ഒരു സ്വതന്ത്ര അന്വേഷണം വേണം, CBI അന്വേഷിക്കണം എന്നൊക്കെ അന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് വലിയ തോതിൽ ആവശ്യമായിരുന്നു. MTയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രവർത്തകർ പ്രസ്താവന ഇറക്കി. അന്ന് സാംസ്കാരിക ലോകം അതിശക്തമായിട്ട് ഈ സർക്കാരിനെതിരെ നിലയുറപ്പിച്ചു. ഇന്നത്തെ പോലെയല്ല, അന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ആളുകളുണ്ടായിരുന്നു. അവർക്കന്ന് ഭയം ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ. സർക്കാരിനെ വിമർശിക്കാൻ അന്ന് ഭയം ഉണ്ടായിരുന്നില്ല. അവരെ ചാപ്പിയടിക്കില്ലായിരുന്നു, അവരെ മറ്റ് പേരുകൾ വിളിക്കില്ലായിരുന്നു. സാംസ്കാരിക പ്രവർത്തകർക്ക് ധൈര്യം ഉണ്ടായിരുന്നു അന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ. MTയെ പോലൊരു ശക്തനായ മനുഷ്യൻ അതിന് മുമ്പിൽ നിൽക്കുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചു. അരുന്ധതി റോയും മേധാ പട്കർ ഈ സമരത്തെ പിന്തുണച്ചിരുന്നു. അങ്ങനെ ലോകശ്രദ്ധ നേടിയ ഒരു സമരമായി അത് മാറി. പക്ഷെ അതുകൊണ്ട് അവരുടെ ആ ആവശ്യം പരിഗണിക്കപ്പെട്ടോ? ഇല്ല. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ 2008 മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തൊരു വനാവകാശ നിയമം വരുന്നുണ്ട്. അതാണ് ഇന്ത്യയിൽ മുഴുവൻ ആദിവാസികൾക്ക് ആപ്പാടൊരു ആശ്വാസകരമായ നിയമം. കാരണം അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഡീഡ് കൊടുക്കാനുള്ള നിയമമാണത്. ആ 2008 ആ വനാവകാശ നിയമം വന്നിട്ട് പിന്നീട് കൊടുത്തോ? 2014 ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ നിൽപ്പ് സമരം സെക്രട്ടറിയുടെ മുമ്പിൽ നടന്നു. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് നിൽപ്പ് സമരം. VM സുധീരനെ ഇടപെട്ടാണ് അവസാനം വീണ്ടും ആ സമരം സെറ്റിലാക്കുന്നത്. ഈ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവർക്ക് തന്നെ ഭൂമിയുടെ കൈവശാവകാശം കിട്ടുന്നത് 2023 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. അതുപോലും കിട്ടാനുള്ളവരുടെ എണ്ണം വെട്ടിക്കുറച്ചിട്ടാണ്. 100-400 പേര് അധികമുണ്ട്, 240 പേർക്കോ മറ്റോ ആണ് കൊടുത്തതെന്നാണ് ഗീതാനന്ദൻ ഇപ്പോഴും ആരോപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ സമരത്തെ ഒരു സിനിമയിൽ അടയാളപ്പെടുത്തുന്നതിനപ്പുറം ആ സമരം കേരളത്തിലെ ആദിവാസികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 90കളുടെ അവസാനവും 2000-ന്റെ തുടക്കത്തിലും കാണുന്ന ആദിവാസി ജീവിതമല്ല ഇന്ന് അത് വലിയ തോതിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവരിൽ വലിയ തോതിലുള്ള അവകാശബോധം ഉണ്ടാകുന്നു, അവർ വിദ്യാഭ്യാസ നിലവാരം വരുന്നു, അവരിൽ നിന്ന് സബ് കളക്ടർമാരുണ്ടാകുന്നു, എയർ ഹോസ്റ്റസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പട്ടിണി കിടന്ന് മരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഭൂമിയെക്കുറിച്ചുള്ള അവകാശബോധം വർദ്ധിക്കുന്നു, അവർ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലും മുന്നണികളിലും ചേർന്ന് പ്രവർത്തിച്ച് അവർ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൊതുസമൂഹത്തിൽ ഇവർ മനുഷ്യരാണ് എന്നും ഇവർക്ക് അവകാശമുണ്ടെന്നും ജനാധിപത്യ വ്യവസ്ഥയിൽ ഇവർ തുല്യ പൗരത്വമുള്ള മനുഷ്യരാണെന്നും ഉള്ള ഒരു ബോധം പുതിയ തലമുറയിലും പഴയ തലമുറയിലും കുറേ കൂടി വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഈ സമരത്തിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണ്. അത് അധിക കാലമൊന്നുമല്ല. ഇങ്ങനെയൊരു സാമൂഹിക മാറ്റം ഉണ്ടാവാൻ വേണ്ട കാലമല്ലാതെ
ഒരു കാൽ നൂറ്റാണ്ട് എന്ന് പറയാൻ പോകുന്ന ആ കാലത്തിന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇങ്ങനൊരു വലിയ മാറ്റം ആദിവാസി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, കേരള പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു ഗുണപരമായ മാറ്റമാണ്. അത് അടയാളപ്പെടുത്തുന്നത് കൂടിയാവണം. അല്ലാണ്ട് ഇവർ മുഴുവൻ ഇപ്പോഴും നരകിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർ മുഴുവൻ സങ്കടത്തിലാണ്, പട്ടിണി മരണമാണ്, അങ്ങനെയല്ല ആദിവാസി ജീവിതത്തെ കാണേണ്ടത്. ആദിവാസി ജീവിതം അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും അവരൊരു തുല്യ പൗരത്വമുള്ള ജനങ്ങളായിട്ട് അവരും പൊതുസമൂഹവും മനസ്സിലാക്കുകയും ചെയ്തൊരു മാറ്റം, വലിയ മാറ്റം മുത്തങ്ങ സമരം തന്നെ കൊണ്ടുവന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.